വിശുദ്ധ ബൈബിള് കറപ്റ്റഡ് ആണെന്ന് വാദിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുണ്ട്. അവർ പറയുന്നത് ബൈബിള് കറപ്റ്റഡ് ആയി പോയി എന്നാണ്. എന്നാൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പി അല്ലാത്ത ഒറിജിനൽ കോപ്പി കൊണ്ടുവരാൻ പറഞ്ഞാൽ അവർ കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും കേട്ട് കാണും ഡെഡ് സീ സ്ക്രോൾസ്, അല്ലെ, ചാവുകടൽ ചുരുളുകൾ. ഇത് നിങ്ങളെല്ലാവരും കേട്ടൊരു സംഭവം തന്നെയായിരിക്കും. പക്ഷെ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം, വിശുദ്ധ ബൈബിള് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സ്പിരിച്വൽ ബുക്ക്, അല്ലേ. അതിനകത്ത് ഹിസ്റ്റോറിക്കൽ റെഫറൻസസ് ഒത്തിരിയുണ്ട്. ആ കാലത്ത് ജീവിച്ചിരുന്ന സമകാലികന്മാരായിരുന്ന പല ചരിത്രകാരന്മാരും ഈ ലോകത്ത് ഇന്ന് വരെ കിട്ടിയിട്ടുള്ള ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള പഴയ നിയമത്തിൻ്റെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കോപ്പികൾ, കാർബൺ ഡേറ്റഡ് കോപ്പി, ഏതാണ്ട് 125 BC പഴക്കമുള്ള കോപ്പിയാണ് ഇവർക്ക് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, പുള്ളി ഒരു ആഗ്നോസ്റ്റിക്കാണ്. പുള്ളിയായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞത്, നിങ്ങൾ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്, ചരിത്രം എങ്ങനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും, ചരിത്രം എഴുതിയ ആൾക്കാരെ അവർ കള്ളം എഴുതിക്കൂടെ, അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നീ ഒരു ദൈവവിശ്വാസിയായിട്ട് മാറി, നിനക്ക് എങ്ങനെ ഇതിന് ക്രെഡിബിളായിട്ട് പറയാൻ പറ്റും എന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, വിശുദ്ധ ബൈബിള് കറപ്റ്റഡ് ആണെന്ന് വാദിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുണ്ട്. അവർ പറയുന്നത് ബൈബിള് കറപ്റ്റഡ് ആയി പോയി എന്നാണ്. എന്നാൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പി അല്ലാത്ത ഒറിജിനൽ കോപ്പി കൊണ്ടുവരാൻ പറഞ്ഞാൽ അവർ കൊണ്ടുവരത്തുമില്ല. ഒരു കൈൻഡ് ഓഫ് ഫാലസിയാണ്, അല്ലേ. കൃത്യമായിട്ട് അത് കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ ചരിത്രത്തെ അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളെ നമ്മൾ എങ്ങനെയൊക്കെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത് ആ നൂറ്റാണ്ടിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അല്ലെങ്കിൽ ബൈബിൾ എഴുതി കിട്ടിയ ആ ഗോസ്പൽസ്, അല്ലെങ്കിൽ ഗോസ്പലിന് സമകാലികനായി ആ സമയത്തുള്ള സമകാലികന്മാരായിരുന്ന മറ്റ് ചരിത്രകാരന്മാർ ഇതേ സംഭവങ്ങളെക്കുറിച്ച് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ, അതിന് എന്തെങ്കിലും റെഫറൻസസ് ഉണ്ടോ, നമ്പർ 1. രണ്ടാമത്, അല്ലെങ്കിൽ ആ സമകാലികന്മാർക്ക് ഒപ്പമുണ്ടായിരുന്ന ചരിത്രകാരന്മാർ ഈ എഴുതിയ പോയിന്റ്സിന് വിരുദ്ധമായിട്ട് മറ്റെന്തെങ്കിലും പോയിന്റ്സ് എഴുതിയിട്ടുണ്ടോ, അതിൻ്റെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം അതാണല്ലേ. അല്ലെങ്കിൽ ഇതേ ഒരേ കാര്യത്തെക്കുറിച്ച് അനേകർ എഴുതിയിട്ടുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ ക്രെഡിബിലിറ്റി പറയുന്നത്. ഇത് മാത്രമല്ല, അതുപോലെ നമ്മൾ ആർക്കിയോളജിക്കൽ എവിഡൻസസ് നമ്മൾ ഡിഗ് ചെയ്ത് പോയി കണ്ടെത്തുമ്പോൾ ആ ടൈം ലൈനും കാർബൺ ഡേറ്റഡ് കോപ്പീസും ഒക്കെ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന തെളിവുകൾ, അങ്ങനെ ലോജിക്കലി ഈ തെളിവുകളെല്ലാം ഓക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇതിനൊരു ഒരു വാലിഡ് പ്രൂഫായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലേ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്നെ വല്ലാതെ ആകർഷിച്ചൊരു കാര്യം വിശുദ്ധ ബൈബിളിൻ്റെ ക്രെഡിബിലിറ്റിയാണ്. കാരണം നമുക്കറിയാം, വിശുദ്ധ ബൈബിള് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സ്പിരിച്വൽ ബുക്ക്, അല്ലേ. അതിനകത്ത് ഹിസ്റ്റോറിക്കൽ റെഫറൻസസ് ഒത്തിരിയുണ്ട്. ആ കാലത്ത് ജീവിച്ചിരുന്ന സമകാലികന്മാരായിരുന്ന പല ചരിത്രകാരന്മാരും യേശു ക്രിസ്തുവിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ സ്ഥലങ്ങളെക്കുറിച്ചും അന്നത്തെ ഭരണകർത്താക്കളെക്കുറിച്ചും വർഷങ്ങളെക്കുറിച്ചൊക്കെ എഴുതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ടാസിറ്റസും പ്ലീനിയും ജോസഫസും ഒക്കെ അനേകർ അത് റെഫർ ചെയ്യുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. കാരണം ഇവരുടെയൊക്കെ ചരിത്ര പുസ്തകങ്ങളാണ് നമ്മൾ വളരെ ക്രെഡിബിളായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് അനുസരിച്ചിട്ട് വളരെ ക്രെഡിബിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അക്കാഡമിക് ഹിസ്റ്റോറിയൻസ് പോലും ഇപ്പോൾ റോമൻസിനെ കുറിച്ചും ജൂയിഷ് ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ പഠിക്കാൻ ഉപയോഗിക്കുന്നത് ഇവരുടെ പുസ്തകങ്ങളാണ്. അപ്പോൾ ഇവരത് കൃത്യമായിട്ടത് നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ വാലിഡിറ്റി ബിൽഡ് ചെയ്യുന്നത്, അല്ലേ. അപ്പം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് മറ്റൊരു ഇതുപോലെ വളരെ വാലിഡായിട്ട് നമ്മുടെ മുമ്പിൽ ഈ ബൈബിളിൻ്റെ ക്രെഡിബിലിറ്റി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കണ്ടെത്തലിനെ കുറിച്ചാണ്. പലപ്പോഴും നിങ്ങളെല്ലാവരും കേട്ട് കാണും ഡെഡ് സീ സ്ക്രോൾസ്, അല്ലേ, ചാവുകടൽ ചുരുളുകൾ. ഇത് നിങ്ങളെല്ലാവരും കേട്ടൊരു സംഭവം തന്നെയായിരിക്കും. പക്ഷെ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഈ അടുത്ത് ജോൺസ് ബെർഗ്സ്മ ഏതാണ്ട് 20 വർഷം ഇതേ ഈ ഡെഡ് സീ സ്ക്രോൾസിൽ റിസർച്ച് ചെയ്ത് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഞാൻ വായിക്കാനിടയായി. അപ്പോൾ ദ കണക്ഷൻ ബിറ്റ്വീൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഡെഡ് സീ സ്ക്രോൾസ് ആണ് അതിൽ കിടക്കുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായ ഒരു ബുക്കാണ്. അപ്പോൾ അത് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ആ ഒരു ക്രെഡിബിലിറ്റി ഭയങ്കര സ്ട്രോങ് ക്രെഡിബിലിറ്റിയാണ്. ടു ബിലീവ് ദാറ്റ് ജീസസ് ഈസ് ദ ഗോഡ് എന്ന്, അല്ലെങ്കിൽ യേശു ദൈവമാണ് എന്ന് സ്ഥാപിക്കാൻ ഇത്രയും അധികം തെളിവുകൾ നമുക്ക് വേണ്ട. 2, അത് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ബൈബിളിൻ്റെ ക്രെഡിബിലിറ്റി, അതായത് ഒരു തിരുത്തപ്പെടാത്ത ഒരു ടെക്സ്റ്റ് ആണെന്നുള്ള ഒരു ഓതൻറ്റിസിറ്റി ഭയങ്കര സ്ട്രോങ് ആണത്. കാരണം ഈ 20 വർഷം ഇതിൻ്റെ വേണ്ടി റിസർച്ച് ചെയ്ത് അതിന് മുകളിൽ എഴുതിയ ഒരു പുസ്തകമാണ് ഞാൻ വായിക്കാനിടയായത്. ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ഈ ചാവുകടൽ ചുരുളുകൾ എന്ന് പറയാം, എന്താണ് ഡെഡ് സീ സ്ക്രോൾ എന്ന് പറയാം. അതായത് 1946-47 സമയത്ത് ബെഡുവിൻ എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിലെ ആൾക്കാർ അവർ ഈ ഈ ഇവരിങ്ങനെ ഗുഹകളും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇവർ ചാവുകടലിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഒരു ഗുഹ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവർ കുറച്ച് നിധികൾ കിട്ടി. ഓക്കെ, ഇവരാദ്യം ഈ പൈസ എന്താണെന്നൊക്കെ വിചാരിച്ച് ഇവരത് ഡിഗ് ചെയ്തെടുത്തു. തുറന്നു നോക്കിയപ്പോൾ ഇതിനകത്ത് നിന്ന് ഇവർക്ക് കിട്ടിയത് അനേകം ടെക്സ്റ്റുകളാണ്.
അതായത് റിട്ടൺ ടെക്സ്റ്റുകളാണ്. നമുക്കറിയാം പാപ്പിറസ് അല്ലെ, പാപ്പിറസ് എന്ന് പറയുമ്പോൾ പാപ്പിറസ് ബൈബിൾ നിങ്ങൾ പേപ്പറിൽ അന്നത്തെ എഴുതിയത്, അതുപോലെ തന്നെ ലെതറിലൊക്കെ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റുകൾ കിട്ടി. അപ്പം ഇവർക്ക് ഇത് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. ഇവരിത് തൊട്ടടുത്തൊരു കടയിൽ കൊണ്ടു കൊടുത്തു, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ കടകളിൽ കൊണ്ടു കൊടുത്ത് തുച്ഛമായ വിലയ്ക്ക് ഇത് വിറ്റു. പക്ഷേ ഇതിൻ്റെ ക്രെഡിബിലിറ്റി പിന്നെയാണ് മനസ്സിലാകുന്നത്. അതായത് ഈ ലോകത്ത് ഇന്ന് വരെ കിട്ടിയിട്ടുള്ള ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള പഴയ നിയമത്തിൻ്റെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കോപ്പികൾ, കാർബൺ ഡേറ്റഡ് കോപ്പി, ഏതാണ്ട് 125 BC പഴക്കമുള്ള കോപ്പിയാണ് ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ചോദ്യം ഇതാണ്, എന്തായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്? അത് പഴയ നിയമത്തിൽ അനേകം പുസ്തകങ്ങളാണ്, ഏശയ്യ, സങ്കീർത്തനങ്ങൾ, അങ്ങനെ എല്ലാ പുസ്തകങ്ങളാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, തിരുത്തപ്പെട്ട ഒരു പുസ്തകത്തിലും ഈ 1000 വർഷം മുമ്പ് അല്ലെങ്കിൽ 125 BC ഉണ്ടായിരുന്ന ആ പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഡിഫറൻസസ് ഉണ്ടാവണമല്ലോ. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഇതാണ്, ഇന്ന് യഹൂദന്മാർ ഉപയോഗിക്കുന്ന തോറ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പഴയ നിയമത്തിലുള്ള എക്സാക്ട്ലി സെയിം ടെക്സ്റ്റാണ് BC 125 കിട്ടിയ ഈ ഡെഡ് സീ സ്ക്രോൾസിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് വിശ്വസിക്കാൻ യോഗ്യമാണിത്, തിരുത്തപ്പെടാത്ത ഒരു പുസ്തകമാണ് ഇതെന്നുള്ളത്. അപ്പോൾ ഇത് ആരാണ് ഇത് എഴുതിയത്, ആരാണ് ഇതിങ്ങനെ ഈ ലിറ്ററേച്ചേഴ്സ് അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ്സ് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളൊരു പഠനം പിന്നീട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ടെക്സ്റ്റിൽ ഇവർക്ക് കിട്ടിയ ഇത്തരം ടെക്സ്റ്റിൽ 1/4 ഓഫ് ദ ടെക്സ്റ്റ് ബിബ്ലിക്കൽ ബുക്സ് ആയിരുന്നു. ബാക്കിയുള്ളത് കിട്ടിയത് പുതിയ ഒരു ഗോത്രത്തെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാണ്, എസ്സീനികൾ എന്ന് പറഞ്ഞൊരു ഗോത്രം. അപ്പോൾ ചോദ്യം ഇതാണ്, വിശുദ്ധ ബൈബിളിൽ നമ്മൾ എസ്സീനികളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാരാണ് എസ്സീനികൾ അല്ലേ? പക്ഷേ വിശുദ്ധ ബൈബിളിലെ സംഭവങ്ങളൊക്കെ തന്നെ ചരിത്രത്തിൽ എഴുതിയ അനേകരുണ്ട്. ഇപ്പം ഫ്ലേവിയസ് ജോസഫസ് അല്ലെ, അതുപോലെ തന്നെ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ എഴുതിയ ചരിത്രകാരനാണ്, റോമൻ ചരിത്രകാരനാണ് ജോസഫസ് അല്ലെ, അദ്ദേഹം ജൂയിഷ് ചരിത്രകാരനാണ്. അങ്ങനെ ഈ രണ്ടും എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പോലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ എസ്സീനികളെ കുറിച്ച്. അതുപോലെ തന്നെ പ്ലീനി ഈ എസ്സീനികളെ കുറിച്ച് പറയുന്നുണ്ട്. എസ്സീനി എന്ന് പറഞ്ഞൊരു ഗോത്രം ജോർദാൻ നദിക്ക് അക്കരെ ചാവുകടൽ വരെയുള്ള സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്നു. എന്നിട്ട് അവരുടെ ക്യാരക്ടേഴ്സൊക്കെ പറയുന്നുണ്ട്. അവർ സെലിബ്രേറ്റ് ആയിരുന്നു എന്നും കുടുംബജീവിതം നയിക്കുന്നവരെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ കുറച്ചും കൂടെ ലോ ഫോളോവേഴ്സ് ആയിരുന്നു, അതായത് നിയമം അന്വേഷിക്കുകയും നിയമം പഠിക്കുകയും ചെയ്ത് സ്ക്രിപ്റ്റുകൾ എഴുതി സൂക്ഷിക്കുന്നവരായിരുന്നു എന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ ചരിത്രം എഴുതിയ ആൾക്കാരെ കുറിച്ച് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അവർ കള്ളം എഴുതാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ചരിത്രം എഴുതിയിരിക്കുന്ന വ്യക്തികൾ ഹൈലി ക്രെഡിബിൾ ആയിട്ടുള്ള മറ്റു ചരിത്രകാരന്മാർ കോട്ട് ചെയ്ത എസ്സീനികളാണ്. നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് കാണാം ഫാരസീസിനെ കുറിച്ചും നിയമജ്ഞരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എസ്സീനികളെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ പുസ്തകം ഇങ്ങനെ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൊണ്ടെത്തി നിൽക്കുന്നത് വിശുദ്ധ ബൈബിളിൽ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് ആൾക്കാർ എസ്സീനികളായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പിൽക്കാലം നടന്ന എന്താ പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഒക്കെ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത് ആ തെളിവുകളാണ്. ഉദാഹരണത്തിന് സ്നാപക യോഹന്നാനെ ഒരു എസ്സീനിയായിട്ടാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം വിശുദ്ധ ബൈബിളിൽ പ്രതിനിധീകരിച്ചിരിക്കുന്ന സ്നാപക യോഹന്നാൻ്റെ രീതികളും കാഴ്ചപ്പാടുകളും സ്ഥലങ്ങളും അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന രീതിയും അവൻ്റെ വസ്ത്രധാരണവും ഒക്കെ വിരൽ ചൂണ്ടുന്നത് ഈ എസ്സീനികളിലേക്കാണ്. അവർ വളരെ നല്ലൊരു സെക്ടർ ആയിട്ടുള്ള ഒരു ജൂയിഷ് ട്രൈബായിരുന്നു എസ്സീനികൾ എന്ന് നമുക്ക് ഈ ചാവുകടൽ ചുരുൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, വിശുദ്ധ ബൈബിളിൻ്റെ ക്രെഡിബിലിറ്റിയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇത്രമാത്രം റെഫറൻസസ് തരാൻ കഴിയുന്ന മറ്റ് ഏതെങ്കിലും മതഗ്രന്ഥം ഈ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നോ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ചില മതങ്ങൾ ചില വെളിപാടുകളിൽ കൂടെ എഴുതപ്പെട്ടതാണ്. അത് ഒരു വ്യക്തിക്ക് കിട്ടിയ മാത്രം വെളിപാടാണ്. ഹൗ ഡു വി ട്രസ്റ്റ് ഇറ്റ്, ഹൗ ഡു വി ബിലീവ് ഇറ്റ്? ദർ ഇസ് നോ ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, ദർ ഇസ് നോ പ്രൂഫ്. അങ്ങനെ ഇരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത് അനേകം സാധ്യതകളാണ്. കാർബൺ ഡേറ്റഡ് കോപ്പീസ്, അനേകം എഴുത്തുകാർ എഴുതിയിരിക്കുന്ന ചരിത്രത്തിൽ ഉള്ള റെഫറൻസസ് അല്ലെ, ഇങ്ങനെയൊക്കെ തുറന്നു വയ്ക്കുന്നത് ഈ സത്യവേദ പുസ്തകമുണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന വിശുദ്ധ ബൈബിൾ ദൈവികമാണെന്നാണ്. പൗലോസ്ലീഹ പറഞ്ഞ ഒരു വാക്കോടുകൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം ദൈവ നിവേശിതമാണ്. അല്ലെങ്കിൽ ഇത്രത്തോളം ആഴത്തിലുള്ള കണ്ടെത്തലുകളും ഇത്രത്തോളം ആഴത്തിലുള്ള വിവരണങ്ങളൊന്നും നമുക്ക് നൂറ്റാണ്ടുകൾ കൊണ്ട് ഇങ്ങനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് നമ്മുടെ കയ്യിൽ കിട്ടില്ലായിരുന്നു അല്ലെ. ഇത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.